നമസ്കാരം. 2026 ചോറ്റാനിക്കര മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 2.5 ലക്ഷം ഭക്തജനങ്ങൾ ഭഗവതിയെ കണ്ട് ദർശനം നേടുന്നതിന് വേണ്ടി ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക ക്യൂവും പ്രാദേശിക നിവാസികൾക്കുള്ള പ്രത്യേക ക്യൂ സംവിധാനവുമെല്ലാം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ക്രൗഡ് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ കീഴിലുള്ള 800ഓളം വരുന്ന പോലീസ് സേന ആ കർത്തവ്യം നിർവഹിച്ചു വരുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ഈ തിരുസന്നിധിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ ക്യൂവിൽ അണിനിരക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാവിലെ ആറാട്ടിന് ശേഷം ഇവിടെ ഭഗവതി എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ ഇപ്പോ പൂജ നടന്നു വരികയാണ്. അതിനുശേഷം 2 മണിക്ക് നട തുറക്കുന്നതോടുകൂടി മകം തൊഴൽ ആരംഭിക്കും. 9:30 മണി വരെ നീണ്ടു നിൽക്കുന്ന മകം തൊഴൽ പരിപാടിയിലെ ആ മകം തൊഴൽ ആചാരത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും അതുപോലെ തന്നെ മെഡിക്കൽ പരിചരണവും എല്ലാം നൽകുന്നതിന് വേണ്ടി വിപുലമായ വളണ്ടിയർ സേന തന്നെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 300ഓളം വരുന്ന ക്ഷേത്രം ജീവനക്കാര്, ദേവസ്വം ബോർഡിന്റെ ജീവനക്കാര് വിവിധ മേഖലകളിൽ ഈ പ്രവർത്തനങ്ങളുമായി ഇന്നലെ മുതൽ വ്യാപരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പി അജയനും അതുപോലെ തന്നെ ശ്രീ കെ സുരേഷ് ബാബുവും മറ്റേ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ തുടങ്ങിയ ഉദ്യോഗസ്ഥ വൃന്ദമാകെ തന്നെ ഇവിടെ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ദേവീ ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം കൂടി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.